ഇവിടെ വലിയ കുഴിയാ. അതിനടി കുഴിയുണ്ടോ? മാറ്റിക്കടാ, മാറ്റിക്കേ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടിയറയിലാണ്. ഇവിടെ ഒരു കലുങ്ക് അപകടാവസ്ഥയിലായ വിവരം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം അത് വീണ്ടും അതിൻ്റെ നടുഭാഗം വീണ്ടും വലിയൊരു കുഴിയായി മാറിയിരിക്കുകയാണ്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ സ്കൂൾ വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിലാണ് ഈ അപകടകരമായ കുഴി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കറിയച്ചാൽ PWD സെക്ഷന്റെ കീഴിലുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പഞ്ചായത്ത് അധികാരികളും അതുപോലെ PWD അധികാരികളും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡ് 6-ാം വാർഡിൻ്റെ അതിർത്തിയാണ് ആറാട്ടിയറയിലെ ഈ കലുങ്ക്. ഈ കലുങ്ക് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പൊളഞ്ഞിട്ട് അന്ന് നാട്ടുകാരെല്ലാം കൂടെ അന്നും ഇതുപോലെ തന്നെ റോഡ് ഇതുപോലെ ഒരു VP ഒക്കെ എടുത്ത് വെച്ച് ബ്ലോക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും റോഡിൻ്റെ മെയിൻ്റനൻസ് നടന്നത്. ആ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത് പോലും ഈ കലുങ്കിനിട്ട് യാതൊന്നും ചെയ്യാതെയാണ് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ടാർ ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളവിടെ കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ നടുഭാഗത്തൊരു വലിയ കുഴി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഈ കലുങ്കിൻ്റെ ശരിക്കും ഇതിൻ്റെ ഈ സൈഡിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇതിനാണ് കേട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കലുങ്കിൻ്റെ സൈഡിലൊരു തോട് നിങ്ങൾക്ക് കാണാം. ഇത് ധാരാളം വെള്ളം, നല്ലപോലെ വെള്ളം വരുന്നൊരു തോടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഈ കലുങ്കിൻ്റെ ഈ വലത് സൈഡ് അവിടെ ഒരു ഇതുപോലെ തന്നെ കലുങ്കിൻ്റെ സംരക്ഷണ ഭിത്തിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് പൊളിച്ച് കളഞ്ഞിട്ട് അതിലെ ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പം ഈ വെള്ളമൊഴുക്കെന്ന് പറയുന്നത് അവിടുന്ന് നേർത്താണ് വെള്ളം അങ്ങോട്ട് അപ്പുറത്തെ തോട്ടിലേക്ക് പോകുന്നത്. അതുമൂലം ഈ ഇങ്ങോട്ട് വരുന്ന വെള്ളം ഈ കലുങ്കിൻ്റെ അവിടെ തട്ടിയിട്ട് അതാണ് ഈ സംരക്ഷണ ഭിത്തി പെട്ടെന്ന് പോകാനുള്ള കാര്യം. എന്തുകൊണ്ട് ഇവിടെയാണ് ആദ്യത്തെ കുഴി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അവിടെ നാട്ടുകാർ ഇതുപോലെ കല്ലെല്ലാം വെച്ച് അന്ന് അതുപോലെ തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പം എന്തെങ്കിലും റോഡിൻ്റെ നടുഭാഗത്ത് വീണ്ടും ഒരു വലിയ കുഴി വന്നിരിക്കുന്നു. അതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. അതോടൊപ്പം തന്നെ ഇതാണ് വലത്തോട്ടുള്ളൊരു ഇത് ഒരു ആ കലുങ്കിൻ്റെ അതിലെ വരുന്ന തോട് തന്നെയാണ്. ചെറിയൊരു കൈത്തോടാണ്. അതിൻ്റെ മുകളിലാണ് ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം ദിവസം തോറും 100 കണക്കിന് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ അമിത ലോഡുമൊക്കെ ആയിട്ട് വരുന്ന ടോറസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് അന്നേരം ഇരുത്തിപ്പോവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ റോഡിന് എന്തെങ്കിലും PWD അധികാരികൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് വരും. അതുപോലെ ഈ റോഡിൻ്റെ സൈഡിലൊരു പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അവിടെ അതുപോലെ മണ്ണടിച്ച് പൊക്കിയാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാഴ്ച ഒന്ന് കാണാം. ഈ കലുങ്ക് പണിതിരിക്കുന്നത് ഒരു ചെറിയ തോടിൻ്റെ മുകളിൽ കൂടെയാണ് ഈ കലുങ്ക് പോയിരിക്കുന്നത്. വെള്ളം ഇറങ്ങിപ്പോകാൻ ഇവിടെ ഓരോ ഹോളൊക്കെ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളം, ശക്തിയായിട്ട് വരുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് പിന്നെ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ വലിയ ശക്തിയൊന്നും ആയിട്ടല്ല, ചെറുതായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അത്രയും വെള്ളം ഇവിടെ വന്ന് തട്ടുന്നതുകൊണ്ടാണ് ഈ കലുങ്കിന് പെട്ടെന്ന് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ കലുങ്കിൻ്റെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒരു കാരണവശാലും അനുമതി കൊടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതൊക്കെ കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് ഈ വെള്ളം വരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് പിന്നെ പോകുന്നത്. ഈ കലുങ്കിൻ്റെ അടിവശത്തോടെ പോയിട്ട് കണ്ടോ, മഴക്കാലത്തൊക്കെ വരുമ്പോഴത്തേന് ഇവിടെ നല്ലപോലെ വെള്ളം വരുന്നതാണ്. ഇതിൻ്റെ സംരക്ഷണ ഭിത്തി ഭാഗങ്ങളെല്ലാം പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഈ വലത്തോട്ടുള്ള
അവിടെയാണ് കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിവശത്തു കൂടെയാണ് ഇപ്പോൾ ഈ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ചെറിയ ഇങ്ങനത്തെ കലുങ്കിൻ്റെ മുകളിൽ കൂടെ ഒന്നും ഇങ്ങനെ റോഡ് പണിയാനുള്ള അനുമതിയൊന്നും ആരും കൊടുക്കാത്തതാണ്. പക്ഷേ ഇതെന്താണെന്നറിയത്തില്ല, ഇവിടെ ഇപ്പം റോഡ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും വെട്ടിപ്പൊളിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ വെള്ളം നേരെ വരുന്നത് ഇത്രയും കലുങ്കിൻ്റെ അടിയിൽ കൂടെ വന്നത് ഈ തോട്ടിലോട്ടാണ് വന്ന് ചാടുന്നത്. ഇത് ആറാട്ടുകര പാലത്തിൻ്റെ അതിലെ വരുന്ന ഒരു ചെറിയ കൈത്തോടാണ്. ഇത് നാരത്തോട് വഴിയൊക്കെ പോയി വട്ടത്തോലയൊക്കെ കറങ്ങി പോകുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അടിവശത്തെ കാഴ്ചയും കൂടെ ഒന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടിവശത്തെ കാണേണ്ടത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ കോൺക്രീറ്റ് ബീമൊക്കെ വെച്ച് അവിടെ അടച്ചിരിക്കുകയാണ്. അപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് വരുന്നത് ശക്തി കുറഞ്ഞാണ് ഇതിലെ വരുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇത് പണിതതിനൊക്കെ പലരും ഒത്തിരി പേരൊക്കെ നാട്ടുകാരെല്ലാം എതിർപ്പൊക്കെ ആയിട്ട് വന്നതാണ്. അത് പിന്നീട് എന്താണെന്ന് അറിയത്തില്ല, പിന്നെ അങ്ങ് പണിത് പോയി. അതുപോലെ ഇതിൻ്റെ വലത്ത് സൈഡിൽ ഇത് ഒരു ചെറിയ 3 സെൻറ്റ് സ്ഥലമാണ്. അവിടെ ഇതുപോലെ തന്നെ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. അതിനിപ്പോൾ നമ്പറൊന്നും കിട്ടാതെ നിൽക്കുന്നു. ഉണ്ടോ ഇതിൽ ഇത് പെണ്ണാശ്ശേരി എന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് അതിൽ. അപ്പോൾ ഈ കലുങ്ക് ഇവിടെ ഇതിൻ്റെ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നാട്ടുകാർ ഭയങ്കരയേറെ പ്രതിഷേധത്തിലാണ്. കാരണം മിക്കപ്പോഴും ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കലുങ്കിൻ്റെ ഇവിടെ ആളിരിക്കുന്ന അവിടെ ഒരു സംരക്ഷണ ഭിത്തി പോലെയുള്ള അതുപോലെ തന്നെ വലത്ത് സൈഡിലും ഉണ്ടായിരുന്നതാണ് തണ്ട് ഇവിടെ. അത് ഇടിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പം അങ്ങോട്ടുള്ള റോഡ് പോയിരിക്കുന്നത്. അതുപോലെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഇത് കണ്ടോ, എഡ്ജ് കണ്ടോ, റോഡിലോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതും വാഹനക്കാർക്ക് ഭീഷണിയാണ്. അതൊരു തിട്ട പോലെയാണ് അവിടെ നിൽക്കുന്നത്. വാഹനങ്ങളാണ് ഇഷ്ടംപോലെയാണ് ഇതിലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം രാത്രിയിലൊക്കെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ഭയങ്കര പ്രതിഷേധത്തിലാണ്. അപ്പം ഇന്നലെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം ഇവിടെ വന്നെന്ന് പറഞ്ഞു. അവരെല്ലാം വന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഉടനെ വേണ്ട ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ പോയെന്ന് പറഞ്ഞു. ആറാട്ടുകരയിൽ നിന്ന് പയ്യപ്പാടിക്കുള്ള റോഡിന് 15 ലക്ഷം രൂപ അനുവദിച്ചാണ്. അതൊക്കെ കടലാസിൽ തന്നെ കിടക്കുന്നു.
കലുങ്ക് അപകടാവസ്ഥയിലായത് കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. ഇപ്പം ദേ അതിൽ നടന്നു വരുന്നവർക്ക് ഈ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും. അപ്പോൾ ഈ നമുക്ക് റോഡിൻ്റെ നടുഭാഗത്തെ കുഴിയും കൂടെ കാണാം. അപ്പോൾ ഇതിലെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അവർ ആ BP എടുത്ത് മാറ്റിയപ്പോഴത്തേനാണ് ഇതിൻ്റെ അടിവശത്തെ കുഴി കാണാൻ പറ്റിയത്. കണ്ടോ, ഇതൊരു വലിയ കുഴി തന്നെയാണ്. താഴോട്ട് നമുക്ക് നോക്കിയാൽ കാണാം. ഭാരവണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പെട്ടുപോകും. ഇതാണ് ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥ. ഇവിടെ വലിയ കുഴിയാണ്.